ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതി ഐശ്വര്യയെ കാണുമ്പോൾ ഞെട്ടലോടെ മാറി നിൽക്കുന്നതാണ്. അതേസമയം ആ നാടോടികൾ അങ്ങോട്ടേക്ക് വരികയും ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അരുൺ അവരെയൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അതിലൊരാള് ഒരു ചെടിച്ചട്ടി എടുത്ത് അരുണിന്റെ തലക്കടിച്ചതിന് ശേഷം ശ്രീകുട്ടിയെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇത് കാണുന്ന ഐശ്വര്യക്ക് സന്തോഷമാവുകയാണ്. എന്താണെങ്കിലും അവളെ നാടോടികൾ കൊണ്ടുപോയല്ലോ, അത് തന്നെ നല്ല കാര്യമെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു. അതേസമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അശ്വതിയുടെ അടുത്ത് ചെന്ന് അരുൺ സമാധാനിപ്പിക്കുകയാണ്. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം, നമുക്ക് അവരുടെ പിന്നാലെ തന്നെ പോകാമെന്ന് പറഞ്ഞ് അരുൺ കാറും എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ അശ്വതിയെ കയറ്റിക്കൊണ്ട് അരുൺ പോകുന്നത് നോക്കി നിൽക്കുകയാണ് ഐശ്വര്യ. എന്നാലും ആ സ്ത്രീ ആരായിരിക്കും? ഇനി ഒരുപക്ഷെ ആ അശ്വതി ആയിരിക്കുമോ? അവള് ആദ്യേട്ടനെ വിട്ട് ഇപ്പോ അരുണിന്റെ പിന്നാലെയാണെന്നാ തോന്നുന്നത്. അരുൺ വരട്ടെ, ഞാൻ ശരിയാക്കുന്നുണ്ടെന്ന് ഐശ്വര്യ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതിയും അരുണും ശ്രീകുട്ടിയെ തേടി പോകുന്നതാണ്. എന്താണെങ്കിലും പോലീസിൽ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ജയേഷിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. തുടർന്ന് ജയേഷ് അരുണിനോട് അവിടെ തന്നെ നിൽക്കാനും ഞങ്ങളിപ്പോ വരാമെന്നും പറയുന്നു. തുടർന്ന് ജയേഷും കോൺസ്റ്റബിളും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ജയേഷിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അശ്വതി. ജയേഷ് ഇപ്പോ അഭിരാമിയെ കണ്ടാൽ ആകെ പ്രശ്നമാകുമെന്ന് അരുൺ മനസ്സിൽ പറയുന്നു. അല്ല, നിങ്ങളുടെ വീട്ടിലെ ഏത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് ജയേഷ് ചോദിക്കുമ്പോൾ ശ്രീകുട്ടിയാണെന്ന് അരുൺ പറയുന്നു. അല്ല, അവളെങ്ങനെ നിങ്ങളുടെ കൂടെ വന്നു? അത് പിന്നെ ഏട്ടനും ഏട്ടത്തിയും റോഡിൽ നിന്നും കൂട്ടിക്കൊണ്ടു വന്നതാണെന്ന് അരുൺ പറയുമ്പോൾ അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ അവളെന്താ പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ എന്തെങ്കിലും ആണോ എന്ന് ജയേഷ് ചോദിക്കുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇത്രയായ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. അശ്വതി എവിടെയുണ്ടെന്ന് അരുണിന് നന്നായി തന്നെ അറിയാമായിരിക്കും. എവിടെയാ അവള്? സാറേ, അതൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ശ്രീകുട്ടിയെ കാണാനായില്ലാത്തത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും നടപടിയെടുക്കണം. കാറിന്റെ ഡീറ്റെയിൽസ് പറയാൻ ജയേഷ് പറയുന്നു. അല്ല, എവിടെ വെച്ചാ കുട്ടിയെ കാണാതായത്? അത് പിന്നെ വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് വെച്ചാണെന്ന് അരുൺ പറയുമ്പോൾ ഈ രാത്രി ആ കുട്ടി എന്തിനാ ഗേറ്റ് വരെ പോയതെന്ന് ജയേഷ് ചോദിക്കുന്നു. ഇത് കേട്ട് ഉത്തരമില്ലാതെ നിൽക്കുകയാണ് അരുൺ. അതേസമയം തന്റെ സാരിത്തുമ്പ് കൊണ്ട് തലയാകെ മൂടി കാറിന്റെ താഴേക്ക് മാറി ഒളിച്ചിരിക്കുകയാണ് അശ്വതി. വെറുതെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിൽക്കാതെ മോളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കാൻ അരുൺ പറയുമ്പോൾ എന്റെ ഡ്യൂട്ടി നീ എന്നെ പഠിപ്പിക്കേണ്ടെന്ന് ജയേഷ് പറയുന്നു. ഇങ്ങനെ തർക്കിച്ചു നിന്നാൽ മോളെ കണ്ടുപിടിക്കാൻ വൈകുമെന്നും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും നടപടിയെടുക്കണമെന്നും അരുൺ പറയുമ്പോൾ ശരിയെന്ന് പറയുകയാണ് ജയേഷ്. അല്ല, അരുൺ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങള് കുഞ്ഞിനെ തേടുകയാണെന്നല്ലേ? അല്ല, ആരാ ഈ ഞങ്ങള് എന്ന് ചോദിക്കുമ്പോൾ പരിഭ്രാന്തിയോടെ അരുൺ പറയുകയാണ്. അത് പിന്നെ ഏട്ടനും ഏട്ടത്തിയും ഞങ്ങളെല്ലാവരും കുഞ്ഞിനെ തേടി നടക്കുകയായിരുന്നു. ജയേഷ് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടെത്തി തരണം, ഇതൊരു അപേക്ഷയാണ്. ആ ശരി ശരി, ഞാനിപ്പോൾ എൻ്റെ ഡ്യൂട്ടി ചെയ്യാം. പക്ഷേ അരുൺ പറഞ്ഞതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതെല്ലാം നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിച്ചോളാം. പിന്നെ നീ ഇന്ന് ശ്രീകുട്ടിയെ രഹസ്യമായി അശ്വതിയുടെ അടുത്തേക്ക് കടത്തിയതാണോ എന്നും എനിക്ക് സംശയമുണ്ടെന്ന് ജയേഷ് പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ജയേഷ് അവിടെ നിന്ന് പോകുമ്പോൾ അരുൺ കാറിലേക്ക് കയറുകയാണ്. അരുൺ, ജയേഷ് നമ്മുടെ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുമോ എന്ന് അശ്വതി ചോദിക്കുന്നു. നോക്കാം, ഞാൻ എന്താണെങ്കിലും ആ SP ഒന്ന് വിളിക്കട്ടെ എന്ന് അരുൺ പറയുന്നു. അതേസമയം ആനന്ദ നിലയത്തിൽ ടെൻഷനോടെ നിൽക്കുകയാണ് ഐശ്വര്യ. എന്റെ ഈശ്വര, ഇനിയെങ്ങാനും അരുണിന് എന്നെ സംശയമുണ്ടാകുമോ? അതേസമയം അരുൺ ഒറ്റയ്ക്ക് തിരിച്ചു വരികയാണ്. ഭാഗ്യം, അരുൺ ഒറ്റയ്ക്കാ. ശ്രീകുട്ടിയെ കിട്ടിയില്ല, നല്ല കാര്യം തന്നെ. അവളെ നാടോടികള് ഇതിനോടകം തന്നെ നാട് കടത്തിയിട്ടുണ്ടാകുമെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു. അതേസമയം വീടിന്റെ അകത്തേക്ക് കയറുന്ന അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. സത്യം പറഞ്ഞോ, നീ ശ്രീകുട്ടി എന്താ ചെയ്തത്? എല്ലാത്തിനും പിന്നില് നീയല്ലേ എന്ന് അരുൺ ചോദിക്കുമ്പോൾ അരുൺ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ഐശ്വര്യ പറയുന്നു. ഇത് കേൾക്കുന്ന അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. മര്യാദയ്ക്ക് കുഞ്ഞിനെ എന്താ ചെയ്തതെന്ന് നീ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് നിന്നെ കൊല്ലുമെന്ന് അരുൺ പറയുന്നു. അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് ആദിയും അമൃതയും അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വർമ്മയും വസുന്ധരയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് വർമ്മ അരുണിനെ പിടിച്ചു മാറ്റുന്നു. എന്താ ഇവിടെ രണ്ടുപേരും കൂടി ചാകാനാണോ പരിപാടിയെന്ന് വർമ്മ ചോദിക്കുകയാണ്. ശ്രീകുട്ടി അവൾ എന്താ ചെയ്തതെന്ന് എനിക്കറിയണം. അവള് ശ്രീകുട്ടി ആർക്കോ വിറ്റതാ. ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും, സത്യം ഇവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുമെന്നും അരുൺ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്. വിളിക്ക്, പോലീസിനെ തന്നെ വിളിക്ക്. എനിക്കും ഒരാളെ പിടിപ്പിക്കാനുണ്ട്, ആ അശ്വതിയെ. ഞാനപ്പോ ആ ഗേറ്റിന്റെ അടുത്ത് ഒരു സ്ത്രീയെ കണ്ടതാ. അത് അശ്വതി തന്നെയാ, അല്ലാതെ മറ്റാരുമല്ല. ആ അശ്വതിക്ക് ശ്രീകുട്ടിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ അരുൺ ആ രാത്രി സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയത്. ആ അശ്വതി ഉണ്ടല്ലോ, അവള് മിടുക്കിയ. ഏട്ടനെ മാത്രമല്ല, അവള് അനിയനെയും വളച്ചെടുത്തിരിക്കുകയാണ്. എനിക്ക് ഇപ്പൊ മനസ്സിലായി, അത്രയ്ക്കും വൃത്തികെട്ടവളാ ആ അശ്വതി എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യയുടെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ് അരുൺ.
ആവശ്യമില്ലാതെ നിന്റെ നാവിന് പുറത്തിട്ടാലുണ്ടല്ലോ, നിന്റെ നാവ് വലിച്ചു പുറത്തെടുക്കും ഞാനെന്ന് അരുൺ ദേഷ്യത്തോടെ പറയുന്നു. തുടർന്ന് വസുന്ധര പറയുകയാണ്, ശരി, അരുൺ സംസാരിച്ചത് മതി. ഈ രാത്രി സമയത്ത് അരുൺ എന്തിനാ ശ്രീകുട്ടിയെ കൊണ്ട് ഗേറ്റിന്റെ പുറത്തേക്ക് പോയത്? ഇത് കേൾക്കുന്ന അരുൺ മിണ്ടാതെ നിൽക്കുമ്പോ വസുന്ധര പറയുകയാണ്, അപ്പോ ഐശ്വര്യ പറഞ്ഞത് സത്യമാണല്ലേ? ഇവളെ തല്ലാനേ നിനക്ക് എന്ത് അധികാരമാ ഉള്ളത്? നീ നിന്റെ മനസാക്ഷിയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാൻ വസുന്ധര പറയുമ്പോ അരുൺ പറയുകയാണ്, ഞാനല്ല മനസാക്ഷിയോട് ചോദിക്കേണ്ടത്, ഈ നിൽക്കുന്ന അമ്മയും ആദിയേട്ടനുമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അരുൺ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുമ്പോ അരുണിനു വേണ്ടി ഐശ്വര്യയോട് മാപ്പ് ചോദിക്കുകയാണ് വസുന്ധര. അമ്മേ, അമ്മയെയും ആദിയേട്ടനെയും പറ്റി അരുൺ എന്താ പറഞ്ഞിട്ട് പോയതെന്ന് ഐശ്വര്യ ചോദിക്കുന്നു. അത് കേട്ടപ്പോ അമ്മയുടെയും ആദിയേട്ടന്റെയും മുഖം വല്ലാണ്ടാകുന്നതും ഞാൻ ശ്രദ്ധിച്ചതാ. എന്താ അമ്മേ കാര്യമെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ അത് ഞാൻ വഴക്കു പറഞ്ഞതിന്റെ ദേഷ്യത്തിന് അവൻ എന്തൊക്കെയോ പറഞ്ഞതാണെന്ന് വസുന്ധര പറയുന്നു. ഇനി ഇതേ ചൊല്ലി വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ടെന്നും മോള് മുറിയിലേക്ക് പോകാനും വസുന്ധര പറയുന്നു. അങ്ങനെ വർമ്മയും വസുന്ധരയും പോയതിനു ശേഷം ഐശ്വര്യയും മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് സ്റ്റെയർ കയറുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഇവരെല്ലാവരും എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ മുറിയിലേക്ക് പോകുമ്പോൾ അമൃത വിഷമത്തോടെ ശ്രീകുട്ടിയെ പറ്റി ആദിയോട് ചോദിക്കുന്നു. എൻ്റെ അമൃതേ, നീ വിഷമിക്കണ്ട, അവളിപ്പോ ഗസ്റ്റ് ഹൗസിൽ അശ്വതിയോടൊപ്പം കാണും. സത്യമാണോ ആദിയേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ആദി പറയുന്നു. ഇപ്പോഴാ എനിക്കൊന്ന് സമാധാനമായതെന്ന് അമൃത പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അരുൺ പറഞ്ഞ കാര്യങ്ങളോർത്ത് മുറിയിൽ നിന്ന് കരയുന്ന വസുന്ധരയാണ്. അതേസമയം വർമ്മ അങ്ങോട്ടേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്റെ കണ്ണ് തുടയ്ക്കുകയാണ് വസുന്ധര. എന്താടോ, താൻ കരയുകയാണോ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ അല്ലെന്നും കണ്ണിലെന്തോ കരട് വീണതാണെന്നും വസുന്ധര പറയുന്നു. അരുണിന്റെയും ഐശ്വര്യയുടെയും കാര്യമോർത്തിട്ടാണോ താൻ കരയുന്നത്, അതോ ശ്രീകുട്ടിയുടെയോ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ വിഷമത്തോടെ വർമ്മയെ നോക്കുകയാണ് വസുന്ധര. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.